ഇന്നൊരു ഞായറാഴ്ചയാണ് കേട്ടോ. ഇന്നലെ രാത്രി തന്നെ എല്ലാവരും കൂടി നാളെ രാവിലെ വാൽപ്പാറയിൽ പോകണമെന്നുള്ള പ്ലാനൊക്കെ സെറ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഉറക്കം എഴുന്നേറ്റ് റെഡിയായി വണ്ടിയിൽ ഫുൾ ടാങ്ക് പെട്രോളും അടിച്ച് അങ്ങനെ നേരെ നമ്മുടെ അങ്കമാലി വഴി വാഴച്ചാൽ റൂട്ട് പിടിക്കുകയാണ് കേട്ടോ. ഈ പോകുന്ന ഡെസ്റ്റിനേഷനേക്കാളും ഈ പോകുന്ന റൂട്ട് എൻജോയ് ചെയ്യാനാണ് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെന്റ്. കാരണം വാൽപ്പാറ നമുക്ക് പാലക്കാട് വഴിയും മലക്കപ്പാറ വഴിയും പോവാം. പാലക്കാട് വഴി നമ്മുടെ നോർമൽ NH റൂട്ട് ആണെങ്കിലും മലക്കപ്പാറ വഴി പോകുന്നത് ഒരു 50 കിലോമീറ്റേഴ്സോളം ഫോറസ്റ്റിലൂടെയാണ് നമ്മൾ പോകുന്നത്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. എന്തായാലും അത് എൻജോയ് ചെയ്യണം എന്നുള്ളൊരു പ്ലാനിലാണ് രാവിലെ തന്നെ ഈ കെട്ടിപ്പറക്കി പോകുന്നത്. ഇത്രയും എക്സൈറ്റഡ് ആയപ്പോഴേ ഞാൻ വിചാരിച്ചു എന്തോ ഒരു പണി വരുന്നുണ്ടെന്ന്. അപ്പോഴാണ് നമ്മൾ വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് ചെന്നപ്പോൾ അവർ പറഞ്ഞത് മലക്കപ്പാറയ്ക്കുള്ള റൂട്ട് ഉച്ചയ്ക്ക് 2 മണിക്ക് മാത്രമേ ഓപ്പൺ ആവുള്ളൂ. പണി പാളിയില്ലേ? കാരണം നമ്മൾ ഏകദേശം 8 മണിക്ക് തന്നെ വാഴച്ചാൽ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് 2 മണി വരെ വെയിറ്റ് ചെയ്യുന്ന വെച്ചാൽ ബിഗ് ടാസ്ക് ആയിരുന്നു. പിന്നെ എല്ലാവരും പാലക്കാട് വഴി പോവാം, മലക്കപ്പാറ വഴി പോവാം എന്നൊക്കെ പറഞ്ഞുള്ള വൺ ഡിസ്കഷൻ ആയിരുന്നു. അവസാനം എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ട് വന്നു, ഇതുവഴി തന്നെ പോകാന്ന് കരുതി ഞങ്ങൾ അവിടുന്ന് നേരെ റിട്ടേൺ അടിച്ച് ആതിരപ്പള്ളി വാഴച്ചാലിന്റെ ഒക്കെ ആ ഒരു ഭാഗമൊക്കെ ഒന്ന് കറങ്ങാന്ന് വിചാരിച്ചിട്ട് വന്നു കേട്ടോ. അങ്ങനെ ഏഴാറ്റുമുഖം ആതിരപ്പള്ളിയൊക്കെ ഒന്ന് കയറി ഇറങ്ങി വന്നപ്പോഴേക്കും 2 മണിയായി. ഫുൾ ബ്ലോക്ക് ആയിരുന്നു. അത്രയും വണ്ടികൾ അതുവഴി പോകാനായിട്ട് അവിടെ കെട്ടിക്കിടപ്പുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ആ ഒരു റൈഡ് ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ എന്തായാലും മിസ് ചെയ്യാൻ പറ്റാത്ത റൂട്ടാണ് കേട്ടോ അത്. അങ്ങനെ ആ 50 കിലോമീറ്റേഴ്സ് അടിപൊളിയായിട്ട് പോയി. കാര്യമായ ഫുഡൊന്നും അവിടെ കിട്ടത്തില്ല, കാരണം അത്രയ്ക്കുള്ള ഷോപ്സ് ഒന്നുമില്ല. പക്ഷെ ആ റൈഡും ആ റൂട്ടും പോകുന്ന വഴി ഒരുപാട് മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റും കേട്ടോ നിങ്ങൾക്ക്. അങ്ങനെ കയറി ഇറങ്ങി വാൽപ്പാറ എത്തിയപ്പോഴേക്കും സമയം ഏകദേശം 6-6:30 കഴിഞ്ഞു. നൈറ്റ് ആയതുകൊണ്ട് അവിടെ അധികം ഒന്നും കാണാൻ പറ്റിയില്ലെങ്കിലും അടിപൊളി യാത്രയായിരുന്നു കേട്ടോ ഇന്നത്തേത്.